ഹലോ ഫ്രണ്ട്സ്, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്കിന്നൊരു മന്തി റൈസ് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ ചിക്കനൊന്നും ആഡ് ചെയ്യുന്നില്ല, മന്തി റൈസ് മാത്രം ഉണ്ടാക്കുന്ന റൈസ് മാത്രം, ചിക്കനൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മന്തി റൈസ് ഉണ്ടാക്കി നോക്കാം. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മന്തിയൊക്കെ ഹോട്ടലിൽ നിന്നായിരിക്കും, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ആയിരിക്കും മേടിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വീട്ടിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം. സൺഫ്ലവർ ഓയിലിലോട്ട് നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഉണക്കനാരങ്ങ വേണ്ട, എൻ്റെ കയ്യിൽ ഉണക്കനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങ കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വറുക്കുന്നുണ്ട്. എന്നാലേ ആ എണ്ണയിലോട്ട് ആ നാരങ്ങയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങത്തുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വലിയ ജീരകം, പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് കീറുമൊന്നും വേണ്ട, അതുപോലെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ഒരു സവാള നമ്മൾ നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് ഇച്ചിരി ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൽ വെളുത്തുള്ളി ആയിരിക്കണം ഇച്ചിരി മുങ്ങി നിൽക്കേണ്ടത്, നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ വേണ്ടത് നല്ല ജീരകമാണ്. നല്ല ജീരകം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നല്ല ജീരകത്തിൻ്റെ പൊടിയും മുഴുവൻ മല്ലിയുമാണ് വേണ്ടത്. മുഴുവൻ മല്ലി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ 2 വലിയ തക്കാളി മിക്സിയിൽ നല്ലതുപോലെ അരച്ച് കൊടുത്തത് അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു പാകമുണ്ടല്ലോ, അതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം. ഇതിൽ നമ്മൾ ഓവർ മസാല ഒന്നും ചേർത്ത് കൊടുക്കത്തില്ല. മന്തി റൈസ് മിനിമം മസാല മാത്രം ചേർത്തിട്ടാണ് മന്തി റൈസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ടേസ്റ്റിനൊരു വ്യത്യാസം കാണത്തില്ല, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം മാഗി ക്യൂബാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് ചിക്കനൊന്നും ചേർക്കാത്തതുകൊണ്ട് ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടി, മന്തിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ചിക്കൻ ക്യൂബ് ചേർത്തേ പറ്റത്തുള്ളൂ. ചിക്കൻ ക്യൂബ് ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാഗിയുടെ ചിക്കൻ ക്യൂബ് 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ അകത്ത് റൈസും കൂടെ ഇട്ട് കൊടുക്കണം. റൈസ് ഇടുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് അതില്ല ഇതിൻ്റെ അകത്ത്. റൈസും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്.